എൻ്റെ പേര് ഫെബി. ഞാൻ വാഴക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞു തുടങ്ങുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 23, 2026 ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കുവാനായിട്ട് വന്നതാണ്. അതിനു മുമ്പ് ലഭിച്ച ചില അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാവിന് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എൻ്റെ ഹസ്ബൻഡ് ഷിമോഗയിൽ സ്പൈസസ് ബോർഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. 3 വർഷം കഴിയുമ്പോൾ നോർമലി അവർക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയമാണ്. അപ്പം ഒത്തിരി നാളായിട്ടും ട്രാൻസ്ഫർ 3 വർഷം കഴിഞ്ഞ് 4 വർഷമാവാറായി ട്രാൻസ്ഫർ കിട്ടിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള പലരും പറയും, ഫെബി കൃപാസനത്തിലൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ അത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ അത്ര, ഞാനിങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ മദറിനില്ല ഇവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി എടുത്തതാണ്. എന്നാലും എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മാതാവിനോട് കൂടുതൽ ഭക്തിയെന്ന് എനിക്കിവിടെ വന്നപ്പോഴാണ് മാതാവിൻ്റെ മധ്യസ്ഥം വഴി ദൈവം നേടിത്തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് ബോധ്യമായത്. പിന്നെ ഹസ്ബൻഡ് ഷിമോഗയിൽ ആയിരുന്നു. ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തതിന് ശേഷം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഞാൻ എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എറണാകുളത്തിനൊരു ട്രാൻസ്ഫർ തന്നെ അനുഗ്രഹിക്കണമേ എന്ന്, എങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടി. അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ കാര്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി വെച്ച ഒരാഗ്രഹമായിരുന്നു അതെനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നീട് എൻ്റെ മകളുടെ പേര് അൻമരിയ ദീപക്. അവൾ 10th CBSE ബോർഡ് എക്സാം എഴുതി. അത് പറയുകയാണെങ്കിൽ കുട്ടി നന്നായി പഠിക്കുമായിരുന്നു. 9ാം ക്ലാസ് വരെ ഒരു ടോപ്പറൊക്കെ ആയിരുന്നു. 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ഇവൾക്ക് എപ്പോൾ പുസ്തകം തുറന്നാലും അപ്പോൾ ഉറക്കമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും ഇവൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. അപ്പം ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ട്. മാത്സിന് മാത്രം എപ്പോഴും മാർക്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ അടുത്ത് പറയും, ആൻമരിയ ഇങ്ങനെ ആയാൽ എങ്ങനെ ശരിയാവും, ഇതെന്താ ആൻമരിയയ്ക്ക് പറ്റിയത്. നമുക്കും അറിയില്ല, വീട്ടിലിരുന്ന് മാത്സ് ചെയ്തൊക്കെ പഠിക്കേണ്ടത്. പക്ഷെ നമുക്കൊരു എന്താ ഇവൾക്ക് പറ്റണേന്ന് അറിയില്ല. ഇവൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം നന്നായിട്ടുണ്ട്. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇനി മാതാവിൻ്റെ അടുത്തൊന്ന് പോയേക്കാം, ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം ഇത്രയും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് മാത്സിന് മാത്രം എനിക്ക് വലിയൊരു, കാരണം ചെറുപ്പം മുതലേ ഇവരുടെ കാര്യങ്ങൾ ഞാൻ പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് മാത്സിന് മാത്രം മാർക്ക് കുറഞ്ഞു പോയി. എനിക്ക് എന്തോ ഒരു വലിയ കാര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ വളവ് തിരിയുമ്പോഴത്തേന് ഇവളുടെ ബോർഡ് എക്സാമിൻ്റെ അവളുടെ ടൈം ടേബിൾ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇതൊരു അനുഗ്രഹമായിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് എല്ലാ ദിവസവും ഞാൻ ഇവളുടെ നെറ്റിയിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ശേഷം ഉറക്കത്തിൽ ചെറിയ മാറ്റമൊക്കെ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് ഇവൾ തന്നെ മാത്സ് വേറെ ആരുടെയും ഹെൽപ്പൊന്നുമില്ല, ചെറുതായിട്ട് ട്യൂഷനൊന്നും പോയി. ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇവൾ ചെയ്ത് പഠിച്ചു. എന്നാലും നമുക്ക് ഇവളെ വരുമ്പോൾ പറയും, കുഴപ്പമില്ലായിരുന്നു എക്സാം, ചോദിക്കുന്നത് തന്നെ ദേഷ്യമായി തുടങ്ങി. അമ്മ എന്തിനാ ഇങ്ങനെ ചോദിക്കണത്, കിട്ടുവാണെങ്കിൽ കിട്ടും, അത്രയേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരാദി, എന്നാലും ദൈവമേ മാത്സിന് മാത്രം മാർക്ക് പുറകോട്ട് പോകുമെന്ന്. അവസാനം ബോർഡ് എക്സാം വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും നാട്ടിലുള്ള സമയത്ത് ഒരുമിച്ചായിരുന്നു രാവിലെയും വൈകിട്ടും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. മക്കളുടെ നെറ്റിയിലും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൾ ബോർഡ് എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഇവളുടെ നെറ്റിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. നെറ്റിയിൽ തൈലം പുരത്തി ഇവൾ ഉപയോഗിക്കുന്ന പേനയിൽ ഉപ്പ് വിതറി ഞാൻ അവളോട് പറയുമായിരുന്നു, ഈ ഉപ്പിച്ചിരി എടുത്ത് നീ പ്രാർത്ഥിച്ചിട്ട് എഴുതണം, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ നീ എക്സാം എഴുതാവുള്ളൂ. ഫസ്റ്റ് എക്സാം മാത്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, മാതാവ് രക്ഷിക്കും. പക്ഷേ ഇവളിൽ ഒരു ടെൻഷനും ഞാൻ കണ്ടില്ല. എക്സാം എഴുതി ഇവൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇവർക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പം അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്, ഒരു 96 ഒക്കെ കിട്ടുമായിരിക്കും. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 96 ഒന്നും വേണ്ട, ഒരു 90 ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു. അവസാനം ഇവളെ ബാക്കി എല്ലാ സബ്ജക്റ്റും സ്കോർ ചെയ്യുന്നത് നമുക്കറിയാമെങ്കിൽ ഈ മാത്സിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉള്ളിലൊരു ടെൻഷനായിരുന്നു. പിന്നെ നമ്മളറിയാത്തൊരു ദിവസം എക്സാമിൻ്റെ റിസൾട്ട് വന്നു, വിഷുവിൻ്റെ അന്നാണ്. ഒട്ടും വിചാരിച്ചില്ല, അതുകൊണ്ട് ഒരു ടെൻഷനും ഉണ്ടായില്ല. ഉച്ചയായപ്പോഴാണ് അറിഞ്ഞത്.
എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ 98.6% മാർക്ക്, സ്കൂളിൽ 3rd ടോപ്പറായിട്ടാണ് ഇവൾ പാസ്സായത്. അത് ഞാൻ 97% മാർക്ക് മാത്സിനുണ്ടായിരുന്നു. ഞാനത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇവൾക്ക് കഴിവുണ്ടായിരുന്നു, പക്ഷെ 10ൽ എനിക്ക് ഒരു രീതിയിൽ ആ മാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്ന് കൃത്യം ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തി മാതാവിന് നന്ദി പറയുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 3 മാസമായുള്ളൂ. 2 പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിരുന്നു. ഇവളുടെ എക്സാമിന് ആദ്യം വന്നു, പിന്നെ ഇവളുടെ എക്സാമിന് തൊട്ട് മുമ്പ് അങ്ങനെ വന്ന് പത്രം വാങ്ങിച്ച്, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അവിടെയുള്ള ചോദിക്കുമായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ചെയ്തിരുന്ന കാര്യം, എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ട് വന്നാൽ ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപക്. ഞാൻ എൻ്റെ വൈഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വർഷങ്ങളോളം കർണാടകയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ട്രാൻസ്ഫർ നാട്ടിലോട്ട് കിട്ടാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. ആ സമയത്താണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കൃത്യം നാട്ടിലേക്ക് കിട്ടുകയും വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ഒരു അകലത്തിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അതിന് ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയാണ് ഒരു പ്രത്യേക ജീവിത രീതിയായ ഈ ഉടമ്പടി പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ നമുക്ക് ഈ പ്രാർത്ഥനാ പദ്ധതി നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടുന്നതിനും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും ഈശോ കടന്നു വരുവാനും നിത്യതയോളം അവിടത്തോടൊപ്പമായിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന വളരെ ശക്തമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീപകിൻ്റെയും ഫെബിയുടെയും കുടുംബത്തിൽ ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്ന് ഫെബി ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഹസ്ബൻഡ് ഷിമോഗയിൽ കുറച്ചു കാലം ജോലി ചെയ്തതിന് ശേഷം കുടുംബത്തോടൊന്നായിരിക്കാൻ ഇവരാഗ്രഹിച്ച് ഫെബി ഇവിടെ പ്രാർത്ഥന തുടങ്ങി 90 ദിവസത്തിനുള്ളിൽ, അതാണ് ഉടമ്പടി കാലം, 90 ദിവസത്തിനുള്ളിൽ അവർക്ക് വിളിച്ച വലിയൊരു അനുഗ്രഹമാണ് ഹസ്ബൻഡിനെ എറണാകുളത്തേക്ക് ഒരു ട്രാൻസ്ഫർ ലഭിച്ചത്. അവരുടെ ചിന്തയ്ക്ക് അപ്പുറം ഒട്ടും അസാധ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു ട്രാൻസ്ഫർ ലഭിക്കുന്നത്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഇന്ന് ഫെബിയുടെ ഏറ്റുപറയുകയാണ്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം സാധിച്ചു തരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ ദൈവത്തോടു കൂടി ആയിരിക്കാമെന്നുള്ള ആ തീരുമാനത്തിലുള്ള ഉറച്ച നിലപാടിനെയാണ് ദൈവം അംഗീകരിക്കുന്നത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടൻ പരിഹാരമായി ദൈവം നമുക്ക് നൽകുന്ന ഒരു ഇൻസെൻറ്റീവായി നൽകുന്ന ഈ ഗിഫ്റ്റ് ലഭിക്കുന്നതിന് കാരണം നാം വീണ്ടും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും, ദൈവത്തോട് വിശ്വസ്തരായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്. അങ്ങനെ തന്നെയാണ് നാം ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ മകളുടെ 10th CBSE എക്സാമിൽ മാത്സ് ഒരു പക്ഷേ വലിയ മാർക്കൊന്നും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴുമുള്ള അലസമായ ഒരു ഉറക്കം തൂങ്ങലിൽ ആ പരീക്ഷയുടെ സമയത്ത് എല്ലാ മാതാപിതാക്കളും വലിയ ടെൻഷനും വലിയ ആശങ്കയും വളർത്തുന്നതാണ്. ഫെബിയുടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച മകൾക്കൊരു ഉന്നത വിജയമാണ്. അവർക്ക് വളരെ കുറവ് മാർക്ക് വന്ന് പ്രതീക്ഷിച്ചത് 98%-ത്തിലധികം മാർക്ക് ദൈവം അവർക്ക് നൽകി അനുഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് എന്തെല്ലാം അസ്വസ്ഥതകളുണ്ട് അവിടെയെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അവരുടെ എല്ലാ സംരക്ഷണവും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അവർക്ക് ലഭിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ അവസ്ഥകളെയും എല്ലാ അസ്വസ്ഥതകളെയും വരാനിരിക്കുന്ന ദുരന്തങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമ്മെ സംരക്ഷിച്ച് നമ്മെ നിത്യതയിലേക്ക് നടന്നടിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫെബിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.